വലിയ മുന്നേറ്റം കേരളത്തിൽ ഉണ്ടാക്കി. കൃഷ്ണപിള്ളിയും EMS-ഉം AKG-യും നായനാരും എല്ലാം ചേർന്ന് വലിയ മാറ്റം കേരളത്തിൽ ഉണ്ടാക്കി. ആ സമരങ്ങൾക്കൊടുവിലാണ് കേരളത്തിലെ ജന്മിത്ത് അവസാനിപ്പിച്ചത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യവും കിട്ടി. നീലം കർഷകരുടെ സമരം, തുറമുഖ തൊഴിലാളികളുടെ സമരം, റെയിൽവേ തൊഴിലാളികളുടെ സമരം, കയർ തൊഴിലാളികളുടെ സമരം, കൃഷിക്കാരുടെ സമരം, ജന്മിത്തത്തിനെതിരായിട്ടുള്ള പോരാട്ടം, ഇതെല്ലാം കൊടുമ്പിരിക്കൊണ്ട് വന്നപ്പോഴാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. ആ സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രധാന പങ്ക് വഹിച്ചത് ഇന്ത്യയിലെ തൊഴിലാളി വർഗമാണ്. ആ തൊഴിലാളി വർഗത്തിന്റെ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അന്നും ഇന്നും കോൺഗ്രസ് വിജയിച്ചപ്പോ വൻകിട ബൂർഷ്വാസിയുടെ കൂടെ നിന്നു, വൻകിട മുതലാളിമാരുടെ കൂടെ നിന്നു. ഇന്ത്യയിലെ പട്ടിണി മാറ്റിയില്ല, ഇന്ത്യയിലെ കടുത്ത ജാതി വ്യവസ്ഥക്ക് അറുതി വരുത്തിയില്ല. വലിയൊരു ചരിത്രമാണത്. ആ കോൺഗ്രസ് ഇന്നും അതേ കള്ളക്കളി തുടരുകയാണ്. ഇന്ന് BJP അതിനേക്കാൾ വലിയ വലതുപക്ഷമായി ഇന്ത്യയുടെ അധികാരത്തിലേക്ക് വന്നിരിക്കുന്നു. പറയൂ, ആരാണ് ഈ രാജ്യത്ത് വളർന്നു വരേണ്ടത്? ഇടതുപക്ഷമാണോ വലതുപക്ഷമാണോ? വലതുപക്ഷത്തിന്റെ കയ്യിൽ വൻകിട കോർപ്പറേറ്റുകൾ കൊടുക്കുന്ന പണമുണ്ട്, അവരുടെ കയ്യിൽ പ്രചരണ മാധ്യമങ്ങളുണ്ട്. ഇന്നത്തെ പുതിയ ജനറേഷൻ മാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയ അവരുടെ കയ്യിലുണ്ട്. അതുപയോഗിച്ച് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വോട്ട് വിലക്ക് വാങ്ങിയും ഇടതുപക്ഷത്തിനെതിരെ കള്ളപ്രചരണം നടത്തിയും ചിലപ്പോൾ അവർക്ക് ജയിക്കാൻ കഴിഞ്ഞേക്കാം. അതല്ലേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ കണ്ടത്? കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് കേരളത്തിലെ ഇടതുപക്ഷം നടത്തിയ ജനോപകാര പ്രവർത്തനങ്ങളെ ആർക്കെങ്കിലും മായ്ക്കാൻ സാധിക്കുമോ? ഇത് ഇന്ത്യയുടെ ഒരു സംസ്ഥാനം മാത്രമാണ്. ഇന്ത്യ ബൂർഷ്വാ ഭരണകൂടത്തിന്റെ കീഴിലുള്ള രാജ്യമാണ്. മുതലാളിത്ത നയമാണ് ഇന്ത്യ ഗവൺമെന്റ്, കോൺഗ്രസ് ആയാലും BJP ആയാലും നടപ്പിലാക്കുന്നത്. സംസ്ഥാനങ്ങളെ വല്ലാത്ത രീതിയിൽ ബുദ്ധിമുട്ടിപ്പിക്കുന്ന കേന്ദ്രമാണത്. നമ്മുടെ നികുതി പണമെല്ലാം കേന്ദ്രത്തിലേക്കാണ് പോകുന്നത്. അവിടെ നിന്ന് കിട്ടുന്ന ചില്ലറ നികുതി വിഹിതം ഉപയോഗിച്ചിട്ടാണ് ഈ സംസ്ഥാനം ഭരിക്കേണ്ടത്. നമ്മൾ ആഗ്രഹിക്കുന്ന സോഷ്യലിസ്റ്റ് ആസൂത്രണം മുഴുവൻ ഇവിടെ നടപ്പിലാക്കാൻ കേരളത്തിന് പറ്റില്ല. എങ്കിലും ഇടതുപക്ഷം വന്നപ്പോഴെല്ലാം സോഷ്യലിസ്റ്റ് ചായ്വുള്ള ഭരണ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നതിന്റെ ഫലമാണ് ഈ ഇരിക്കുന്ന നമ്മൾ. ഒന്നിനൊന്ന് മാറാൻ ഉടുതുണിയുള്ളവരും, കുട്ടികളെ പഠിപ്പിക്കാൻ ഗ്രാമത്തിൽ ഗവൺമെന്റ് സ്കൂളുള്ളവരും, രോഗം വന്നാൽ ചികിത്സിക്കാൻ ഗവൺമെന്റ് ആശുപത്രികളുള്ളവരും, പൊതുവഴിയിൽ ഏതാണ് ജാതി എന്ന് ചോദിക്കാതെ നടന്നു പോകാൻ അധികാരമുള്ളവരുമായി ഈ കേരളത്തെ മാറ്റിയത് കോൺഗ്രസ് അല്ല, BJP അല്ല. അവരായിരുന്നെങ്കിൽ ബീഹാറിലെയും ഉത്തർപ്രദേശിലെയും സാധാരണക്കാർക്ക് ആ അവകാശം കിട്ടണ്ടേ? അവിടെയാണല്ലോ കോൺഗ്രസ് ഏറ്റവും ശക്തമായിട്ടുണ്ടായിരുന്നത്, BJP-യും. ഇവിടെ കേരളത്തിലെ മനുഷ്യർ ആർജിച്ചിട്ടുള്ള മനുഷ്യ വികസന ശേഷിയിലെ 1-ാം സ്ഥാനം, കേരളത്തിലെ ജനങ്ങൾ ആർജിച്ചിട്ടുള്ള ഏറ്റവും ഉയർന്ന ആയുസ്, ഇന്ത്യയിലെ ജനങ്ങളിൽ പ്രതീക്ഷിതായുസ് ഏറ്റവും കൂടുതൽ കേരളത്തിലാണ്. 76 വയസ്സ് വരെ, അത് ശരാശരിയാണ്. 102, 103, 108 വയസ്സ് വരെയൊക്കെ കേരളീയർ ജീവിക്കുന്നുണ്ട്. എന്നാൽ ഇത് ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ അതൊന്നും അല്ല സ്ഥിതി. നമ്മളത് മനസ്സിലാക്കുന്നില്ല. ഞാൻ 2016 ആരോഗ്യമന്ത്രിയായിട്ട് ചുമതലയേൽക്കുമ്പോൾ കേരളത്തിലെ ശിശു മരണ നിരക്ക് 1000 പ്രസവത്തിന് 12 ആയിരുന്നു. ഇടതുപക്ഷമായതുകൊണ്ട്, LDF-ന്റെ ഭരണമായതുകൊണ്ട് ഒരു പ്രതിജ്ഞ എടുത്തു, ഈ ശിശു മരണ നിരക്ക് ഒറ്റ അക്കമായി കുറക്കും. 12-ൽ നിന്ന് 9 ആയാലും ഒറ്റ അക്കമായി. പക്ഷെ നമ്മൾ നടത്തിയ മിഷൻ, ഹൃദയ സംബന്ധമായ പ്രശ്നമുള്ള കുട്ടികൾക്ക് ഓപ്പറേഷൻ ചെയ്യാനുള്ള കൃത്യം പദ്ധതി അടക്കം, ഡെലിവറി പോയിന്റുകൾ ശക്തമാക്കുന്നത് അടക്കം വലിയൊരു ടീം വർക്ക് നടത്തിയപ്പോ 2020 ഡിസംബറിൽ കേന്ദ്രത്തിന്റെ സർവേ റിപ്പോർട്ട് വന്നു. നമ്മളെടുത്ത കണക്കല്ല, നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ. അതിൽ കേരളത്തിന്റെ ശിശുമരണ നിരക്ക് 12-ൽ നിന്ന് 5 കുറഞ്ഞിരിക്കുന്നു. ആര് കൊണ്ടുവന്ന നേട്ടമാണിത്? ഇടതുപക്ഷം കൊണ്ടുവന്ന നേട്ടം. അത്രയും കുട്ടികളെ മരണത്തിൽ നിന്ന് രക്ഷിച്ച ഇടതുപക്ഷമാണോ? അധികാരത്തിലിരിക്കുമ്പോൾ അത്തരം ഒരു കാര്യവും ശ്രദ്ധിക്കാതെ വെറുതെ കുറെ ബഡായികൾ പറഞ്ഞു നടക്കുന്ന വലതുപക്ഷമാണോ ജനത്തിന് വേണ്ടത്? നന്നായിട്ട് ആലോചിക്കണം. മാതൃമരണ നിരക്കും കുറഞ്ഞു, 4 മിഷനുകൾ, 5 ലക്ഷത്തിലേറെ പേർക്ക് വീടുകൾ. വയനാട്ടിൽ വലിയ പ്രശ്നം ഉണ്ടായപ്പോ പുതിയ ടൗൺഷിപ്പ്, അതൊന്നും കൈ വീശി കാണിച്ച് മുമ്പ് മയാസുരൻ ലങ്ക ഉണ്ടാക്കി എന്ന് പറഞ്ഞതുപോലെ പൊങ്ങി വരട്ടെ എന്ന് പറഞ്ഞാൽ വരുന്ന കാര്യമല്ലല്ലോ. പണം വേണം, ഭൂമി കണ്ടെത്തണം, അതിന് കരാറ് കൊടുക്കണം, പണി ചെയ്യണം. ഇത്തിരി താമസമുണ്ട്, എന്നാലും വിചാരിച്ച താമസമില്ലാതെ അതിന്റെ പ്രവൃത്തി നടന്നിപ്പോ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണല്ലോ. LDF ആയിരുന്നില്ലെങ്കിൽ
18-ലും 19-ലുള്ള പ്രളയത്തിൽ ഞങ്ങളെല്ലാം ആ പ്രളയജലത്തിൽ ബുദ്ധിമുട്ടുന്ന ആളുകളുടെ ഇടയിൽ ഇറങ്ങി നടന്നില്ലേ? ഞാനന്ന് ആരോഗ്യമന്ത്രി എന്നുള്ള നിലയിൽ എല്ലാ ജില്ലകളിലും പ്രളയമുള്ള സ്ഥലത്ത് നേരിട്ട് പോയി. എന്തിനാ പോയത്? അവിടെ മെഡിക്കൽ ക്യാമ്പ് നടക്കുന്നുണ്ടോ? ആളുകൾക്ക് മരുന്ന് കിട്ടുന്നുണ്ടോ? ജീവൻ രക്ഷിക്കാൻ സാധിക്കുന്നുണ്ടോ? പരിശോധന നടത്തിക്കൊണ്ട് അതിന്റെ ഗുണഫലം ഉണ്ടായി. പ്രളയം ഒഴിഞ്ഞു പോയപ്പോൾ പകർച്ചവ്യാധി വന്നില്ല. കേന്ദ്രമന്ത്രി പോലും നമ്മളെ അഭിനന്ദിച്ചു. പ്രളയം ഒഴിഞ്ഞാൽ പകർച്ചവ്യാധി ഇല്ലാത്ത ഒരേ ഒരു സ്ഥലമായിട്ട് കേരളത്തെ മാറ്റിയത് അപ്പൊ തന്നെ അതിനുള്ള പ്രൊഫിലാക്സിസ് പ്രതിരോധ നടപടി സ്വീകരിച്ചത് കൊണ്ടാണ് എന്ന് അവർക്ക് പറയേണ്ടതായിട്ട് വന്നു. ഒരുപാട് കാര്യങ്ങൾ ഞാനതൊന്നും വിശദീകരിക്കുന്നില്ല. പ്രിയമുള്ളവരെ, നമ്മൾ ചെയ്തിട്ടുള്ളത് മഹത്തായ കാര്യങ്ങൾ. എന്നാൽ എല്ലാ പ്രശ്നവും പരിഹരിച്ചിട്ടില്ല. നിർമ്മാണ തൊഴിലാളികളുടെ പെൻഷൻ കുറച്ചും കൂടി കിട്ടാനുണ്ടായിരുന്നു അല്ലേ? സാധാരണക്കാരുടെ പെൻഷനൊക്കെ 45 രൂപക്ക് നായനാർ തുടങ്ങിയ പെൻഷൻ 2000 ആക്കി ഉയർത്തിയത് ഇടതുപക്ഷം വന്നപ്പോൾ മാത്രമാണ്. ഇപ്പോൾ 1000 വർധനവ് പറഞ്ഞിട്ടുണ്ട്. ആ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു തവണ പോലും ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലം വരെ പെൻഷൻ വർദ്ധിപ്പിച്ചിരുന്നില്ല. ഇനിയിപ്പോ ലേശം വർദ്ധിപ്പിക്കാതെ തരവില്ല. കാരണം നമ്മൾ അങ്ങനെ വർദ്ധിപ്പിച്ചൊരു മാതൃകയായിരിക്കുന്നു. ഇനി ആരായാലും വർദ്ധിപ്പിച്ചേ മതിയാവൂ. ആരാണ് വർദ്ധിപ്പിച്ചത്? ഇടതുപക്ഷമാണ് വർദ്ധിപ്പിച്ചത്. ആ ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്തുക എങ്ങനെയാണ്? ആലോചിക്കേണ്ട വിഷയമാണ്. ആശാവർക്കർമാർ ശ്രദ്ധിച്ചില്ലെന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസം അമേരിക്കയിലെ മലയാളി അസോസിയേഷന്റെ ഒരു പരിപാടിയിൽ എന്നെ കൂടി വിളിച്ചിരുന്നു. VT ബൽറാമിനെയും വിളിച്ചിരുന്നു. കോൺഗ്രസും BJP ഒക്കെ ഉണ്ട്, എല്ലാവരും ഉണ്ട് അവിടെ. ഇടതുപക്ഷവും ഉണ്ട്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ കൂട്ടായ്മയാണ് ഓണാഘോഷം. കക്ഷി രാഷ്ട്രീയം പറയരുത് എന്ന ഒരു മാന്യതയിൽ ഞങ്ങളാരും പറഞ്ഞില്ല. പക്ഷേ കോൺഗ്രസിന്റെ പ്രതിനിധി അവിടെ 10 വർഷക്കാലത്തെ കുഴപ്പം തീർക്കാൻ VD സതീശൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്താ കാരണം എന്നും കൂടി അദ്ദേഹം പറഞ്ഞു. കാരണം ആശാവർക്കർമാരെ ശ്രദ്ധിച്ചില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാനായിരുന്നു ആദ്യം സംസാരിച്ചത്. ഞാൻ പറഞ്ഞു, മൈക്ക് എനിക്കൊന്ന് തരണം. ഇമാതിരി വർത്താനം പറഞ്ഞ ഒന്നും പറയാതെ പോകാൻ പറ്റില്ലല്ലോ. ഞാൻ പറഞ്ഞു, 2016-ൽ LDF വരുമ്പോ ആശാവർക്കർമാരുടെ ഓണറേറിയം 500 ആയിരുന്നു. 1000 എന്ന് പേര് പറയുന്നു, കയ്യിൽ കിട്ടുന്നത് 500. അത് 10,000 മാറ്റി 7000 ഓണറേറിയവും 3000 ഇൻസെന്റീവും വർദ്ധിപ്പിച്ചത് ഇടതുപക്ഷ ഗവൺമെന്റ് ആണ്. ആ തോതിൽ UDF വർദ്ധിപ്പിച്ചാൽ 20,000 ആക്കണം. UDF വേണ്ടേ? അവര് ശേഷം വർദ്ധിപ്പിച്ചിട്ടുണ്ട്, അതിനെ കുറ്റം പറയുന്നില്ല. തെരഞ്ഞെടുപ്പിന്റെ വാഗ്ദാനായിരുന്നല്ലോ. പക്ഷെ അതുകൊണ്ട് മാത്രം ഇടതുപക്ഷത്തെ കുറ്റം പറയാൻ സാധിക്കുമോ? നമ്മളല്ലേ അവർക്ക് ഒരു ജീവിതം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നം നടത്തിയത്. ഇനി ഒട്ടും പറയാൻ എനിക്ക് സമയമില്ല. രാവിലെ എറണാകുളത്ത് ഒരു പരിപാടി ഉള്ളത് കൊണ്ട് പോകാതെ വയ്യ. അപ്പൊ പ്രിയമുള്ളവരെ, ഇടതുപക്ഷമാണ് ഈ കേരളത്തിന്റെ ജനങ്ങളുടെ ജീവിതത്തിന്റെ നട്ടെല്ല്. ചിലരിപ്പോ ഒരു സൗന്ദര്യത്തിന്റെ വർത്താനമൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഇടതുപക്ഷം ക്ഷീണിച്ചുകൂടാ. അപ്പൊ വർഗീയ ലഹള വരും, ഭിന്നത വരും. ആരൊക്കെയാ പറയുന്നത് ഇടതുപക്ഷം ക്ഷീണിച്ചുകൂടാന്ന്? ഇടതുപക്ഷത്തിനെതിരായി വോട്ട് ചെയ്തവർക്കും ലേശം ബേജാറുണ്ട്. ഇടതുപക്ഷം ക്ഷീണിച്ചാൽ ബീഹാർ പോലെ ആവോ, ഉത്തർപ്രദേശ് പോലെ ആവോ എന്നൊരു ഭയമുണ്ട്. ഭയന്നാൽ പോരാ, ഇടതുപക്ഷത്തിന്റെ കൂടെ നിൽക്കണം. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ അങ്ങനെ വലിയ ഭയമൊന്നുമില്ല. കാരണം ജനങ്ങൾ ഒരുപാട് തെറ്റിദ്ധരിച്ചു, അങ്ങനെ കുറെ വോട്ട് നഷ്ടപ്പെട്ടു. പിന്നെ എന്തൊക്കെയാണെന്നെല്ലാം വിലയിരുത്തേണ്ട കാര്യങ്ങളാണ്. വോട്ടിംഗ് യന്ത്രത്തിന്റെ പ്രശ്നം വരെ ചിലരെല്ലാം പറയുന്നു. പക്ഷെ ശാസ്ത്രീയമായി തെളിയിക്കപ്പെടാത്തിടത്തോളം നമുക്കത് പറയാൻ സാധിക്കില്ല.